Glory be to the Lord. ദൈവത്തിന് വീണ്ടും മഹത്വം അർപ്പിക്കുന്നു. As we heard, we have come to the concluding part of this conference. നമ്മൾ കേട്ടതുപോലെ ഈ ഒരു കോൺഫറൻസിന്റെ ഒടുവിലത്തെ സമയത്തേക്ക് നാം വന്നിരിക്കുകയാണ്. It was a blessed time that we all had together in the presence of the Lord with the saints. ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം നമുക്ക് നൽകി. May the Lord send us all with abundant blessings, that whatever we heard and learned, those things will be practical in our personal lives and in our churches. നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും ശുശ്രൂഷ രംഗത്തിലും ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് ഇവിടെ നിന്ന് പിരിയാം. As the time is past, I don't want to take a long time. I would just invite you to turn your attention to the book of Matthew, chapter 25, verse 14 to 19. നമ്മുടെ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Matthew 25, 14 to 19. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. Here we see a man who was going on a long travel, calls his servants and gave them some talents. വളരെ ദൂരം യാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ഒരു വ്യക്തി തന്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് ചില താലന്തുകൾ നൽകുകയാണ്. He gave 5 to 1, 2 to 1 and 1 to the other one. ഒരു വ്യക്തിക്ക് 5-ഉം മറ്റൊരു വ്യക്തിക്ക് 2-ഉം വേറൊരു വ്യക്തിക്ക് 1-ഉം നൽകി. This is a very familiar passage, we all know, so I'm not going to read that passage due to lack of time. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമായതുകൊണ്ട് ഞാൻ ആ വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. And after the long time, the master returned and asked for the accounts. നാളുകൾക്ക് ശേഷം യജമാനൻ തിരിച്ചു വന്ന് കണക്ക് ചോദിച്ചു. Two of them were rewarded equally, the first and the second. ഒന്നാമത്തെ വ്യക്തിയും രണ്ടാമത്തെ വ്യക്തിയും അവർക്ക് വേണ്ട പ്രതിഫലങ്ങൾ ലഭിച്ചു. But the third one did not receive any reward. എന്നാൽ മൂന്നാമത്തവന് ഒരു പ്രതിഫലവും ലഭിച്ചില്ല. He was in fact called as a wicked servant. അവന് ദുഷ്ടനായ ദാസനെ എന്നുള്ള പേരിന് അർഹനായി തീർന്നു. Now what I want to finally highlight here is what went wrong with this third servant. ഈ മൂന്നാമത്തെ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്, അതാണ് ഇന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. All this time we were thinking about how we can do our service to please God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷ എങ്ങനെ ചെയ്യാം എന്നതായിരുന്നു ഈ ദിവസങ്ങളിലെ നമ്മുടെ ചിന്താ വിഷയം. In this passage we understand two of the servants did their work in which the master was pleased. യജമാനൻ പ്രസാദിക്കുന്ന നിലയിൽ 2 ദാസന്മാർ അവരുടെ ശുശ്രൂഷകൾ ചെയ്തു. But the third one, the master was not pleased with it. എന്നാൽ മൂന്നാമത്തെ ദാസനോട് ബന്ധപ്പെട്ട് യജമാനൻ അവനിൽ പ്രസാദിച്ചില്ല. Sometimes there is a danger even in our services that we may do certain things but it may not be pleasing unto the master. നമ്മുടെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാം അനേക ശുശ്രൂഷകൾ ചെയ്യും, എന്നാൽ അതിൽ യജമാനൻ പ്രസാദിക്കണമെന്നില്ല. I'll just quickly read out those things and conclude. ആ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Where did the third servant go wrong? എവിടെയാണ് മൂന്നാമത്തെ ഒരു തെറ്റ് പറ്റിയത്? Number 1. ഒന്നാമത്, he knew the character of his master well but did not behave according to that. യജമാനന്റെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിലും അതനുസരിച്ച് പെരുമാറാനായിട്ട് താൻ പരാജയപ്പെട്ടു. In chapter 25 and verse 24 we read, 25-ന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. He who had received 1 talent came and said, Lord, I know you to be a hard man, reaping where you have not sown and gathering where you have not scattered seed. ഒരു താലന്ത് ലഭിച്ചവനും അടുക്കെ വന്ന് യജമാനനെ, നീ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. Now look at the statement of this man. ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ നാം ഒന്ന് ശ്രദ്ധിക്കുക. I knew you to be a hard man. നീ വളരെ ദുഷ്ടനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ അറിഞ്ഞു. And I know how you operate things. എങ്ങനെയാണ് നീ കാര്യങ്ങളെ ചെയ്യുന്നത് എന്നും ഞാൻ മനസ്സിലാക്കി. You will even reap where you have not sown. വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണ് നീ എന്ന് ഞാൻ മനസ്സിലാക്കി. So the problem with this servant is he knew the character of the master very well. തന്റെ യജമാനന്റെ സ്വഭാവം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു ദാസൻ. He was not unaware of it. അവനെക്കുറിച്ച് അറിവില്ലാത്തവനായിരുന്നില്ല. Even though he knew well, he did not act according to that. എന്നാൽ യജമാനനെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നുവെങ്കിലും അതിനനുസരിച്ച് ജീവിതത്തിൽ പെരുമാറ്റം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. He knows his master is a hard man. തന്റെ യജമാനൻ ഒരു കഠിന മനുഷ്യനാണ്.
and he will reap where he has not sown. അവൻ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനാണ്. So he knew that. അതൊക്കെ അവൻ മനസ്സിലാക്കിയിരുന്നു. Now what I want to tell here is, എന്താ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ, we are the servants of our great master, the Lord Jesus. നമ്മുടെ വലിയവനായ യജമാനൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാസന്മാരാണ് നാം ഓരോരുത്തരും. He has allowed us to know him better day by day. ഓരോ ദിവസവും ഈ യജമാനനെ അനുഭവിച്ചറിയാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. And we know him by experience. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ യജമാനനെ അനുഭവിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. But we sometimes don't behave according to his character. എന്നാൽ ആ യജമാനന്റെ സ്വഭാവം അനുസരിച്ച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാകാറില്ല. We say we know the Lord. നമുക്ക് കർത്താവിനെ അറിയാമെന്ന് നാം പറയുന്നുണ്ട്. We talk about that a lot. കർത്താവിനെ കുറിച്ച് പറയാറുണ്ട്. But then we don't behave according to that. എന്നാൽ യജമാനന്റെ ആ നിലവാരം അനുസരിച്ച് ഞാൻ പെരുമാറാനായിട്ട് പരാജയപ്പെട്ടു പോവുകയാണ്. That will disqualify us from the reward. ആ യജമാനൻ നൽകാനായിട്ട് പോകുന്ന പ്രതിഫലത്തിൽ നമ്മളെ അത് മാറ്റി നിർത്തുകയാണ്. So beloved, the Lord gives us the opportunity to know him better day by day. കർത്താവിനെ ഓരോ ദിവസവും അനുഭവിച്ചറിയുവാനുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുകയാണ്. And the more we know, നാം എത്രത്തോളം കൂടുതൽ കർത്താവിനെ അറിയുന്നുവോ, the more we should conform to his will and do what he ആ wants. കർത്താവിന്റെ ഹിതം മനസ്സിലാക്കി കർത്താവിനെ സ്നേഹിക്കുവാനും സേവിക്കുവാനും നമുക്ക് കഴിയണം. Apostle Paul in his epistle says, I want to know Christ and identify with his resurrection. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He knows Christ, അവൻ കർത്താവിനെ അവൻ അറിയാം, but he wants to know more. കൂടുതലായിട്ട് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we are all knowing the Lord through our experiences in our ministries. നമ്മുടെ ശുശ്രൂഷയിലുള്ള ഓരോ അനുഭവങ്ങൾ കൂടിയാണ് നാം കർത്താവിനെ അറിയുന്നത്. Every experience that we pass through in our ministry, നമ്മുടെ ശുശ്രൂഷയുടെ എല്ലാ ജീവിതാനുഭവങ്ങളും we are able to know him better day by day. അതിലൂടെ നാം നമ്മുടെ കർത്താവിനെ ഓരോ ദിവസവും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. But are our works corresponding to the knowledge of him that we have? എന്നാൽ എനിക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന ഈ അറിവിനനുസരിച്ചാണോ എന്റെ ശുശ്രൂഷകളും എന്റെ പ്രവൃത്തികളും പെരുമാറ്റവും? This was the mistake that this third servant did. മൂന്നാമത്തെ ഈ അവിശ്വസ്തനായ വ്യക്തിക്ക് ഉണ്ടായ തെറ്റ് ഇതായിരുന്നു. So let us always conform, knowing the character of our master, let us behave accordingly. അതുകൊണ്ട് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ യജമാനനെ നാം എത്രത്തോളം അറിയുന്നുവോ അത്രത്തോളം ആ യജമാനനെ അനുസരിക്കുവാൻ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പെരുമാറ്റത്തെ ക്രമീകരിക്കണം. The second problem that happened with this third servant, മൂന്നാമത്തെ ആ ദാസനോട് ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ തെറ്റ് എന്ന് പറയുന്നത്, the fear of the master he claimed was not genuine. ആ യജമാനനെ കുറിച്ചുള്ള ഭയം അത് തന്റെ യാഥാർത്ഥ്യമായ ജീവിതത്തിൽ നിന്നായിരുന്നില്ല. He is to claim that he fears, താൻ ഭയപ്പെടുന്നു എന്നുള്ള കാര്യം താൻ പറയുന്നുണ്ട്, but that is not a genuine fear. എന്നാൽ അത് യഥാർത്ഥ ഭയമായിരുന്നില്ല. When you come to verse 25 of chapter 25, 25-ാം വാക്യത്തിൽ നാം വായിച്ചാൽ, he says, and I was afraid and went and hid your talent in the ground. മലയാളത്തിലെ 24-ാമത്തെ അവസാന വാക്യമാണ്, കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. Look at his statement there. അവിടെ താൻ പറഞ്ഞിരിക്കുന്ന ആ വാചകം ഒന്ന് ശ്രദ്ധിക്കുക. I was afraid. ഞാൻ ഭയപ്പെട്ടു. I have a fear of the master. ആ യജമാനനെ എനിക്കൊരു ഭയമായിരുന്നു. But then that fear was not a genuine fear. എന്നാൽ ആ ഭയം യഥാർത്ഥമായ ഒരു ഭയമായിരുന്നില്ല. Because we read that, we say he took it very casually. താഴെ നമ്മൾ വായിച്ചാൽ അറിയാം, ആ ഭയം കേവലം സാധാരണ നിലയിലുള്ള ചിന്തയായിട്ട് മാത്രമേ താൻ സ്വീകരിച്ചു. Beloved, we all claim that we fear God. നമ്മളെല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് നാം അവകാശപ്പെടുന്നവരാണ്. There is no doubt we have so many things to say that, okay, I fear God, we fear God. നമ്മളെല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്നു, ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്ന അനേക വാക്യങ്ങൾ, സാക്ഷ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. But if we truly fear God, എന്നാൽ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ we will oblige or we will obey all what he commands. ആ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനും നമുക്ക് മനസ്സുണ്ടാവണം. What makes us to disobey his commandments? ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളെ അനുസരണക്കേട് കാണിക്കാനായിട്ട് എന്താ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്? But truly we don't have that fear. കാരണം നാം യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ്. Verbally we say yes, we fear him. വാക്കുകൊണ്ട് നമ്മളെല്ലാം പറയും നാം അവനെ ഭയപ്പെടുന്നു. But true fear is not in us. എന്നാൽ യഥാർത്ഥ ഭയം എന്റെ ഹൃദയത്തിലില്ല. And that is the reason why we sometimes don't obey him fully. അതുകൊണ്ടാണ് നാം കർത്താവിനെ പൂർണ്ണമായിട്ട് എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ എപ്പോഴും അനുസരിക്കാത്തത്. So his profession of fear was only to cover his laziness. അവന്റെ ആ മടി മറച്ചു വെക്കാൻ വേണ്ടി മാത്രം താൻ ആ വാക്ക് പറയുകയാണ്, ഞാൻ അങ്ങയെ ഭയപ്പെടുന്നു എന്നുള്ളത്. He knows he is caught there. അവനോട് പിടിക്കപ്പെട്ടു എന്ന് അവൻ അറിയാം. But then to cover up he said, no, I fear you alone. അപ്പൊ അവന്റെ തെറ്റിനെ മറയ്ക്കാനായിട്ടും ശിഷ്യനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും പറയുകയാണ്, ഞാൻ നിന്നെ ഭയപ്പെടുന്നു. Beloved, what link or relationship has our fear
and our work. നമ്മുടെ ഭയവും നാം ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. Now we say we fear God. നാം ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയാറുണ്ട്. Well, we need to fear God. നമ്മൾ ഭയപ്പെടുക ചെയ്യുക തന്നെ വേണം. But our work, what we do, എന്നാൽ നാം ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികൾ has it got any relationship to the fear that we profess? ആ പ്രവൃത്തികൾക്ക് ഞാൻ പറയുന്ന ആ ഭയത്തോടെ ഏതെല്ലാം നിലയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? The true fear is unconditional obedience. യഥാർത്ഥ ഭയം എന്ന് പറയുന്നത് യാതൊരു ഉപാധികളും ഇല്ലാതെ അനുസരിക്കുവാനുള്ള നമ്മുടെ മനസ്സാണ്. The Bible so clearly explains that. വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. The true fear is unconditional. The Lord Jesus Christ has taught about the how we have to obey Him. എങ്ങനെയാണ് നാം ദൈവത്തെ അനുസരിക്കേണ്ടതെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. So do we truly fear God? യഥാർത്ഥത്തിൽ നാം കർത്താവിനെ ഭയപ്പെടുന്നുണ്ടോ? There are so many areas sometimes, even though we are the servants of God, even though we claim that we fear God, we don't obey everything sometimes. അനേക സമയത്ത് ഇതാണ് സംഭവിക്കുന്നത്. ഞാനൊരു ദൈവദാസനാണെന്ന് പറയാറുണ്ട്, നമ്മുടെ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറയാറുണ്ട്, പക്ഷേ ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യാറുണ്ടോ? The last 3 days, the Lord has been speaking to us so specifically, and He has communicated what He wants us to be doing. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും സംസാരിക്കുകയായിരുന്നു. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. Our theme is, let us do what is pleasing unto Him. ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യാം, യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്യാം, അതാണ് നമ്മുടെ പ്രധാന വിഷയം. And if we truly fear Him, എന്നാൽ യഥാർത്ഥത്തിൽ നാം ഭയപ്പെടുന്നുവെങ്കിൽ we will do that. അത് നാം ചെയ്യാൻ We will ബാധ്യസ്ഥരാണ്. do according to His will. അവന്റെ ഹിതപ്രകാരം നാം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. So the second problem with this third servant was, ഈ മൂന്നാമത്തെ ദാസന്റെ രണ്ടാമത്തെ പ്രശ്നം എന്നുള്ളത്, he claimed to fear his master, but his work had no relation to the fear. യജമാനെ ഭയപ്പെടുന്നു എന്ന് അവകാശപ്പെടുകയും തന്റെ ഭയം തന്റെ പ്രായോഗിക ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. The third problem happened with this third servant. ഈ മൂന്നാമത്തെ ദാസന്റെ മൂന്നാമത്തെ പ്രശ്നം എന്നുള്ളത്, He did not follow the good examples of the earlier servants. മുൻപിലുള്ള ദാസന്മാരുടെ നല്ല മാതൃകകളെ അനുഗമിക്കാനായിട്ടുള്ള മനസ്സ് തനിക്കുണ്ടായിരുന്നില്ല. Now if you read chapter 25 verse 16 and 17, 16 വാക്യവും 17 വാക്യവും വായിച്ചാൽ, he who had received 5 talents went and traded with them and made another 5 talents. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. And likewise he who had received 2 talents gained 2 more. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. Now that is the word I want to highlight here. Likewise. വളരെ ഊന്നൽ കൊടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ വാക്കാണ് അങ്ങനെ തന്നെ. So the first servant did something, ആദ്യത്തെ വ്യക്തി ചില കാര്യങ്ങൾ ചെയ്തു, and the second one did likewise. ആ വ്യക്തി ചെയ്തത് കണ്ടുകൊണ്ട് അങ്ങനെ തന്നെ രണ്ടാമത്തെ വ്യക്തിയും ചെയ്തു. That was a good example. വളരെ നല്ലൊരു മാതൃകയാണ്. But what happened with the third servant? മൂന്നാമത്തെ എന്താ സംഭവിച്ചത്? In verse 18 we read, 18ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, but he who had received 1 went and dug the ground and hid it. 1 ലഭിച്ചവനോ പോയി നിലത്ത് കുഴി കുഴിച്ചു ദ്രവ്യം മറച്ചു വെച്ചു. Now there is always an element of following the good example laid by the earliers. നമുക്ക് മുൻപിൽ നമുക്കായിട്ട് നൽകപ്പെട്ട നല്ല ഉദാഹരണങ്ങളെ അനുഗമിക്കുക എന്നുള്ളത് നമ്മുടെ Now ഉത്തരവാദിത്തമാണ്. if you seriously think of these 3, നാം ഈ 3 വ്യക്തികളെ കുറിച്ച് ചിന്തിച്ചാൽ, the first person who received 5, ഒന്നാമത്തെ വ്യക്തി 5 താലന്ത് സ്വീകരിച്ചു. he went and traded that. ഈ 5 കൊണ്ട് താൻ വ്യാപാരം ചെയ്തു. And the second one saw that and understood that's a good example. Likewise, he also went and did that. രണ്ടാമത്തെ വരും ആദ്യത്തേവൻ ചെയ്ത് കണ്ടു, അവൻ ചെയ്തതുപോലെ തന്നെ ഞാനും ചെയ്യും. അവന് കിട്ടിയ 2 കൊണ്ട് അവൻ വീണ്ടും 2 ഉണ്ടാക്കി. But the third one, എന്നാൽ മൂന്നാമത്തവനോ, he never wanted to follow the example of others. ഈ 2 പേരുടെ മാതൃക പിൻപറ്റാനായിട്ട് മൂന്നാമത്തവൻ താല്പര്യപ്പെട്ടില്ല. In Hebrews chapter 11, when we read about the faith heroes, എബ്രായലേഖനം 11ാം അധ്യായത്തിലെ വിശ്വാസ വീരന്മാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. and concluding that he says, because we are surrounded by so great a multitude of witnesses. ആ അധ്യായം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇത്ര വലിയൊരു സാക്ഷികളുടെ സമൂഹത്താൽ നാം ചുറ്റപ്പെട്ടിരിക്കുകയാണ്. Now what is the meaning of that? എന്താ അതിന്റെ അർത്ഥം? There are good examples that has gone before us. നമുക്ക് മുൻപേ പോയിരിക്കുന്ന അനേക നല്ല മാതൃകകൾ സാക്ഷികൾ നമുക്കുണ്ട്. If you think about the history of this fellowship, ഈ കൂട്ടായ്മയുടെ ചരിത്രം തന്നെ നമ്മൾ നോക്കിയാൽ, we are hearing great examples of great men of God who toiled behind this initially. പിൻപിൽ അനേക അധ്വാനങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾ ചെയ്ത ദൈവദാസന്മാരെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. There are a lot of good examples
that are left behind. നമുക്ക് മുൻപേ നമുക്കായിട്ട് ശേഷിപ്പിച്ചിരിക്കുന്ന അനേകം മാതൃകകൾ ഉണ്ട്. But somebody suddenly wants to change the trend. എന്നാൽ ചിലർക്ക് പെട്ടെന്ന് കാര്യങ്ങളെ മാറ്റിമറിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. Somebody wants to do something just for the sake of change. ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയിട്ടും മാറ്റാനായിട്ടും ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർ. Now the third failure that happened on this man, മൂന്നാമത്തെ വ്യക്തിക്ക് സംഭവിച്ച ഈ വലിയ പരാജയം എന്നുള്ളത്, he did not follow the good examples of the earlier servants. തനിക്ക് മുൻപേ പോയ രണ്ടുപേരുടെയും നല്ല മാതൃക പിൻപറ്റാൻ തനിക്ക് മനസ്സായില്ല എന്നതാണ്. The fourth problem with this man, നാലാമത്തെ പ്രശ്നം എന്നുള്ളത്, his labor was not in the will of the master. താൻ ചെയ്ത ജോലി തന്റെ യജമാനന്റെ ഹിതപ്രകാരമായിരുന്നില്ല. He labored, താൻ അധ്വാനിച്ചു, he did a lot of work, ഒത്തിരി അധ്വാനം താൻ ചെയ്തിട്ടുണ്ട്. but then that was not in the will of the Lord. എന്നാൽ അത് തന്റെ യജമാനന്റെ ഹിതപ്രകാരമായിരുന്നില്ല. When you come to verse 18, 18ാം വാക്യം, he said, he went and dug in the ground and hid his money. He went and dug the ground. ഒന്ന് ലഭിച്ചവനോ അവൻ പോയി നിലത്തൊരു കുഴി കുഴിച്ച് തന്റെ ദ്രവ്യം മറച്ചു വെച്ചു. Now that happens, that represents a labor. അത് ഒരു ജോലിയാണ് ചിത്രീകരിക്കുന്നത്. He went out, അവൻ പുറത്തു പോയി, he dug the ground, ഒരു കുഴി എടുത്തു. so there is a labor involved there. അതിന്റെ പിന്നിൽ അധ്വാനമുണ്ട്, ജോലിയുണ്ട്. So not that he did not work. അദ്ദേഹം ഒന്നും ചെയ്തില്ലെന്ന് നമുക്ക് പറയാൻ He പറ്റില്ല. also worked. അദ്ദേഹവും പ്രവർത്തിച്ചു. Probably this is a more laborious task. ഇത് ഒരുപക്ഷെ കൂടുതൽ അധ്വാനമുള്ള കാര്യമായിരിക്കും താൻ ചെയ്തത്. He has to take care of lot of things. ഒത്തിരി കാര്യങ്ങൾ താൻ ശ്രദ്ധിക്കണം. So he labored. അദ്ദേഹം അധ്വാനിച്ചു. But the problem was that labor was not in the will of the എന്നാൽ master. പ്രശ്നം എന്നുള്ളത് തന്റെ അധ്വാനം യജമാനന്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ല. That is not what the master really wanted from him. ഇങ്ങനെയുള്ള ഒരു അധ്വാനം ആയിരുന്നില്ല യജമാനൻ തന്നെ കുറിച്ച് ആഗ്രഹിച്ചത്. Beloved, we have to be so cautious here in this matter. ഈ കാര്യത്തിൽ നാം വളരെ ശ്രദ്ധയുള്ളവരായി We തീരണം. all labor. നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ്. We are hard workers sometimes. കഠിനമായിട്ട് നമ്മൾ അധ്വാനിക്കുന്നവരാണ്. We struggle sometimes. നമ്മൾ അനേക കഷ്ടതകൾ കൂടി കടന്നു പോകുന്നവരാണ്. But if our struggle and labor does not conform to the will of the master, എന്നാൽ നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ കഷ്ടതകളും എല്ലാം ദൈവഹിത പ്രകാരമല്ലെങ്കിൽ there is no use with that. യാതൊരു പ്രയോജനവുമില്ലാത്ത അധ്വാനങ്ങളാണ്. That is not going to be rewarded in any way. അങ്ങനെയുള്ള കഠിനാധ്വാനങ്ങൾക്ക് ഒരിക്കലും പ്രതിഫലം ലഭിക്കാനും പോകുന്നില്ല. So let us always labor, but understanding the will of the master. യഥാർത്ഥത്തിൽ യജമാനന്റെ ഇഷ്ടം മനസ്സിലാക്കി കഠിനാധ്വാനം ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് ഇടയാകണം. Now fifthly, അഞ്ചാമതായിട്ട്, for a long time he was not mindful of the master's work. അനേക നാളുകളിലേക്ക് തന്നെ ഈ യജമാനന്റെ ജോലിയെ കുറിച്ച് താൻ ബോധ്യവാനായിരുന്നില്ല. Verse 19 says, 19ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, after a long time the lord of those servants came and settled the accounts. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായിട്ട് കണക്ക് തീർത്തു. You know the difference between the first two servants and the third servant? ആദ്യത്തെ രണ്ടുപേരും മൂന്നാമത്തെ വ്യക്തിയുമായിട്ടുള്ള വ്യത്യാസം എന്തായിരുന്നു? The first two servants traded. ആദ്യത്തെ രണ്ടുപേരെ വ്യാപാരം ചെയ്തു. That continues. അത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. But this man one time work. എന്നാൽ ഇയാൾ ഒരിക്കലും എന്നേക്കുമായിട്ട് ഒരു ശുശ്രൂഷ ചെയ്തു. He dug a hole and hid it. That is the end of it. അദ്ദേഹം ഒരു കുഴി കുഴിച്ച് അതിനകത്തിട്ട് മൂടി പാക്ക് ചെയ്തു. And the master did not come the very next day. After a long time he came. അപ്പോൾ ഈ യജമാനൻ അടുത്ത ദിവസം മടങ്ങി വന്നില്ല. വളരെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം മടങ്ങി വന്നത്. But for a long time he was not mindful of the master's അപ്പോൾ work. ഈ വളരെ നാളുകൾ താൻ എന്താ ചെയ്തത്? ഈ യജമാനൻ ഏൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നതേ ഉണ്ടായിരുന്നു. If anybody ask him, ആരെങ്കിലും ചോദിച്ചാൽ, oh, I did a great work for my master. I dug the ground. I hid the money. I safeguarded it. ഞാൻ വലിയ ഒരു അധ്വാനം എന്റെ യജമാനന് വേണ്ടിയിട്ട് ചെയ്തു, ഞാൻ വലിയ കുഴി കുഴിച്ചു, ആ ദ്രവ്യം മുഴുവൻ അതിനകത്ത് കുഴിച്ചിട്ട്, ഇങ്ങനെ വലിയ കാര്യങ്ങൾ ചരിത്രത്തെ നോക്കിക്കൊണ്ട് താൻ പറയുന്നുണ്ട്. For the next 25 years the same testimony. അതിനുശേഷമുള്ള 25 വർഷം അദ്ദേഹത്തിന് പറയാൻ ഇത് മാത്രമേ. Something happened 10 years back. Something happened 20 years back. 10-20 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം മാത്രമാണ് ഇന്ന് That പറയാനുള്ളത്. is all the testimony. അത് മാത്രമാണ് അവന്റെ സാക്ഷ്യം. Otherwise he has got nothing to do. വേറെ ഒരു കാര്യവും അവനില്ല. We are not supposed to do like that. അങ്ങനെ ആകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മെ. God is not intending that from us. ആ കാര്യം ദൈവം നമ്മളെ കുറിച്ച് താല്പര്യപ്പെടുന്നില്ല. Now here this servant for a long time he was not mindful of the ഇവിടെ master. ഈ ദാസന് നാളുകളായിട്ട് ഈ കാര്യത്തെ കുറിച്ച് പിന്നെ ചിന്തിക്കുകയോ വ്യാപാരം ചെയ്യുകയോ ചെയ്തില്ല. That is why he lost the reward there. അതുകൊണ്ടാണ് തന്റെ പ്രതിഫലം തനിക്ക് നഷ്ടപ്പെട്ടത്. Beloved, we should be active in the field until the return of the master. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വീണ്ടും വരവ് വരെ നാം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ ജാഗ്രതയോടെ അത് ക്രയവിക്രയം ചെയ്യണം. Either you should be physically bedridden. ഒരു ഈവൻ നമ്മൾ ശാരീരികമായിട്ട് കിടന്നു പോയാൽ പോലും, Even from there people do some work. അങ്ങനെ കിടക്കുന്ന സമയത്ത് പോലും പല ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാൻ See, we കഴിയും. have no rest in this ministry. നമുക്ക് നമ്മുടെ ശുശ്രൂഷയിൽ നിന്നും ഒരു വിശ്രമം We have to continue this. നാം ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. And the next point, അടുത്ത കാര്യം,
He had alternative opportunities to do the master's will, but he did not do that. ഈ യജമാനന്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് വേറെ ചില വഴികളും ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. Now if you read verse 27, 27ാമത്തെ വാക്യം വായിക്കാം. when he said, no, I was fearful of you, I went and dug and kept your money, here is your money. ഈ യജമാനനോട് ഞാൻ നിന്നെ ഭയപ്പെട്ടു, നിന്റെ ദ്രവ്യം ഞാൻ കുഴിച്ചിട്ടു, ഇതാ എടുത്തോളാം പറഞ്ഞപ്പോൾ യജമാനൻ പറയുന്ന ഒരു കാര്യമുണ്ട്. Now what is the master's reply? എന്താ പറഞ്ഞത്? You ought to have deposited my money with the bankers, and at my coming I would have received back my own with interest. നീ എന്റെ ദ്രവ്യം പൊൻവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോട് കൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. There was an alternative for him. വേറെ ഒരു വഴി തനിക്ക് ചെയ്യാമായിരുന്നു. And he had enough time also. അതിനുള്ള സമയവും തനിക്കുണ്ടായിരുന്നു. When he did something, താൻ ചില കാര്യം ചെയ്തപ്പോൾ that is not earning anything, അതുകൊണ്ട് തനിക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്ന് there is no മനസ്സിലാക്കുമ്പോൾ, fruit coming out of ഒരു it, ഫലവും അതിലില്ല എന്ന് there മനസ്സിലാക്കുമ്പോൾ was alternative. വേറെ ചില വഴികൾ കൂടി തനിക്ക് That's what ശ്രമിക്കാമായിരുന്നു. the master is telling. അതാണ് ഇവിടെ യജമാനൻ തന്നോട് പറയുന്നത്. If that doesn't work, ഒരു കാര്യം അങ്ങനെ ചെയ്തില്ലെങ്കിൽ, if you realize that is not fetching any fruit, ആ നിലയിൽ നിനക്ക് ഫലം ഉണ്ടായില്ലെങ്കിൽ you should have thought of another alternative വേറെ ചില വഴികളെ കുറിച്ച് നീ ചിന്തിക്കണമായിരുന്നു. where you will be more fruitful. അവിടെ ചില ഫലങ്ങൾ നിനക്ക് ലഭിക്കുമായിരുന്നു. You did not even do that. അതുപോലും നീ ചെയ്യാനായിട്ട് മനസ്സിലാണ് ചില. Beloved, some of our efforts, it may not work. പ്രിയരെ, നമ്മുടെ ചില പ്രയത്നങ്ങൾ അതിന് ഫലം ഉണ്ടായെന്ന് വരത്തില്ല. But that is not the end of the road for us. എന്നാൽ അതുകൊണ്ട് ആ ശുശ്രൂഷകൾ നിർത്തണമെന്ന് അർത്ഥമില്ല. There is always an alternative God has given to ചില us. വേറെ വഴികൾ ദൈവം നമുക്കായിട്ട് ഒരുക്കും. We have to find it out from God. അത് ദൈവത്തിൽ നിന്ന് നാം കണ്ടെത്തുക നമ്മുടെ ആവശ്യമാണ്. We work hard, but nothing is happening. നമ്മൾ കഠിനാധ്വാനം ചെയ്തു, പക്ഷെ ഒരു ഫലവും കിട്ടുന്നില്ല. We must ask the Lord, why? കർത്താവേ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നാം ദൈവത്തോട് He ചോദിക്കണം. will show us the alternative. മറ്റൊരു വഴി ദൈവം നമുക്ക് കാണിച്ചു തരും. There is no lack of work in the Lord's vineyard. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തില് തൊഴിലിന് യാതൊരു കുറവുകളുമില്ല. It is always open. എല്ലാ കാര്യങ്ങളും നമുക്കായിട്ട് തുറന്നിരിക്കുകയാണ്. Yes, we saw these are the failures that happened in this third servant. ഈ പരാജയങ്ങളാണ് മൂന്നാമത്തെ ദാസന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. Now, as we understood a lot of things that we are supposed to do, നമ്മൾ ചെയ്യേണ്ട അനേക കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. we should also be cautious about these warnings. ഈ മുന്നറിയിപ്പുകളെ കുറിച്ച് നാം ബോധ്യവാന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. The failures that happened in his life. പരാജയം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അത് നാം ഒന്ന് ചിന്തിക്കേണ്ടത് So ആവശ്യമാണ്. let us not be failures in the vineyard. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരിക്കലും നാം പരാജിതരായി Let us be successful evangelists, successful servants of God going forward. കർത്താവിന്റെ ശുശ്രൂഷയിൽ വിജയകരമായിട്ട് ശുശ്രൂഷയിൽ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയണം. Understanding what the master wants us to be doing. ദൈവം എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ നാം വിജയിക്കണം. Knowing the heart of the master ആ യജമാനന്റെ ഹൃദയം മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. and working according to that. അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. And that will be rewarded. അങ്ങനെയുള്ള ശുശ്രൂഷകൾക്കാണ് പ്രതിഫലം ഉണ്ടാകുന്നത്. Otherwise, we അല്ലെങ്കിൽ will lose the reward. നമ്മുടെ പ്രതിഫലങ്ങൾ നമുക്ക് എന്നേക്കുമായിട്ട് May the Lord നഷ്ടമാകും. help every one of us that we may be committed. At the same time, we may be cautious, be warned about the failures that has happened in the servants of God. ദൈവദാസന്മാരുടെ ജീവിതത്തിലെ പരാജയങ്ങളെ നാം മനസ്സിലാക്കി അതിൽ നിന്ന് മാറി വിജയകരമായിട്ട് മുൻപോട്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. God's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.